ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യട്ടോ. ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൊടുക്കട്ടോ. കാരണം നമുക്കൊരു 1000 ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്താൽ വീഡിയോ ഒരു 10,000 ആൾക്കാരൊക്കെ കാണും. കാരണം ലൈക്ക് ചെയ്തിട്ടുള്ള ഈ വീഡിയോ വളരെ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുള്ളൂ. കാരണം വീഡിയോ ആൾക്കാർ ഇങ്ങനെ കാണൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഉഷാറ് കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്ന എന്തായാലും ഒരു 5000-6000 ആൾക്കാർ സ്ഥിരം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ആ ആൾക്കാരിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ചെറിയൊരു ലൈക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് എങ്ങനെയും എത്തിപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അല്ലേ നോക്കിട്ടോ, ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മളത് നന്നാക്കാൻ ശ്രമിക്കും. ഇന്നലെ നമ്മളിട്ട വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കോലായി എന്താണ് കോലായി ചോദിക്കലുണ്ട്. നമ്മളവിടെ അതിന് കോലായ എന്ന് തന്നെ പറയല് കേട്ടോ. ഇനിയിപ്പോൾ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല. കാരണം നമ്മളെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹാൾ ഉണ്ടാവില്ലേ, ആ ഹാളിനാണ് നമ്മൾ കോലായി എന്ന് പറയുന്നത്. നിങ്ങളവിടെ എന്താ പറയുക വെച്ചെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. പിന്നെ അതിന് വേറൊരു പേരില്ല. ആരോ പറഞ്ഞു തായ്യരം എന്ന് പറഞ്ഞു. തായ്യരം എന്ന് പറഞ്ഞാൽ നമ്മളവിടെയൊക്കെ അടുക്കളയുടെ അപ്പുറത്ത് നമ്മൾ സ്റ്റോർ റൂമിൻ്റെ പോലെ കുറച്ച് ഇങ്ങനെ ഡൈനിങ്ങിൻ്റെ ഒക്കെ പോലെ റൂം ഉണ്ടാവില്ലേ, ഒരു ഏരിയ ഉണ്ടാവില്ല, അതിനാണ് നമ്മൾ തായ്യരം എന്നൊക്കെ പറയല് കേട്ടോ. ഇവിടെ നമ്മൾ തായ്യരം എന്ന് പറയല് അതിനായിരുന്നു. അങ്ങനെ 1-2 കമൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മളവിടെ കോലായ എന്നാണ് ഇതിന് പറയാം. എന്താണ് നിങ്ങളവിടെയൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന ഫസ്റ്റ് ഹാള്, ആ ഹാളിനാണ് നമ്മളവിടെ കോലായി എന്ന് പറയുക. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുക വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ തന്നെ അറിയിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു വണ്ടി എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. ഇന്നലെ ഞാൻ ഷാനു, ഉഷാദിക്ക, ബിലാൽ ഞങ്ങളെല്ലാവരും പാടെ ഇന്നലെ ഒരു വണ്ടിയൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. പിന്നെ കാരണം നൗഫൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല. നൗഫലും അളിയനും ഇന്നലെ ഇന്ന് വാപ്പാൻ്റെ ദിക്കറാണ്. അപ്പോൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കി വന്നിട്ട് അവനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല കാര്യമാണ്, നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടുകാരോട് ആ കാര്യം എന്ന് പറയാം. അതിന് മുമ്പ് എൻ്റെ വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അല്ലേ, ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു കോലായി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കോലായി എന്ന് ചോദിച്ചു. നമ്മളോട് കോലായി അല്ല ഹാള് എന്നാണ് പഴയ പേരൊക്കെയാണ് നമ്മൾ കോലായി അങ്ങനല്ലേ, ആ ഹാള് എന്ന് പറയാം. ഞാൻ കോലായിക്ക് ഇപ്പോ ഹാള് എന്ന് പറയുമ്പോ ഹാള് എന്ന് പറയാം. അതാണ് സംഭവം. നമ്മൾ നേരെ എന്ത് ചെയ്യും, ഹാളിലേക്കാണ് കയറുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് കോലായി. ഈ മലപ്പുറത്തൊക്കെ നമ്മൾ പറയുന്ന പേര് അങ്ങനെയൊക്കെ പറയും. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലല്ലോ. നമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് പറയാന്നല്ലാതെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അതല്ല. പിന്നെ നമ്മൾ കാറ് മാറ്റാനുള്ള ഒരു പരിപാടി ഉണ്ട്. എന്താണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നാണ് നമ്മൾ ചോദിക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാറൊന്ന് വലുതാക്കാനുള്ള പ്ലാൻ ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എന്താണ്? അങ്ങനെ കാരണം നമ്മളൊന്നും ഇപ്പോ വണ്ടി വാങ്ങും അല്ലെങ്കിൽ അതെ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത് കേട്ടോ. നമ്മളെപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ, നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ള വിജയങ്ങളൊക്കെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അല്ലേ? അതായത് കാണുന്ന നമ്മളെ എന്താ പറയാ, അപ്പൊ ഇന്ത്യക്ക് പ്രായമുള്ള ഒരു ചെക്കന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വിജയിക്കും. അല്ലേ? എന്താ പറയുള്ളതിന്? ശരിയാണ്. എന്റെ കുട്ടി കാരണം അപ്പൊ ഞങ്ങള് ഉംറക്ക് കൊണ്ടുപോയി ഞങ്ങളെ പേരൊക്കെ ഈ നിരക്കായതൊക്കെ എന്റെ കുട്ടിയുടെ അധ്വാനാണ്. നീട്ടി കൊടുക്കട്ടെ. അല്ല, നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. ഒരിക്കലും പല കുടുംബത്തിലും നമ്മൾ അറിയുന്ന പല ആൾക്കാരെ കൊണ്ട് വയസ്സായി കഴിഞ്ഞാൽ എമ്മിപ്പിയും ബാധ്യതകാരം. കാരണം ഓരോരുത്തന്ന് വരുമാനം കിട്ടാതെ ആകുമ്പോൾ ഓലെ നോക്കല് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ലൈഫിൽ ഒരിക്കലും വിജയിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അല്ലേ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് വയസ്സാകുമല്ലോ, നമ്മളെ മക്കള് നോക്കണമെങ്കിൽ നമ്മളെ ഉപ്പാനെയും ഉമ്മാനെയും നോക്കണം. എന്നാലേ നമ്മളെ ഓരോ നോക്കുള്ളൂ. അതെ, കാരണം അപ്പോഴും നമ്മളെന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മളെ മക്കളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അള്ളയാണെങ്കിലും കേട്ടോ. അല്ലേ? കാരണം കാണുമല്ലോ. അപ്പോൾ അള്ള വിചാരിക്കും ഓനെന്തായാലും അവന്റെ മക്കളെ മാതാപിതാക്കളെ നോക്കുന്നില്ല, അപ്പോൾ ഓൻ അത്രയൊക്കെ ചെയ്തു കൊടുത്താൽ മതി എന്നുള്ളൊരു ചിന്ത വരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നല്ലതാണെങ്കിൽ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ വിജയങ്ങൾ ഉണ്ടാവും.
എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ 13, 14, 17 വയസ്സിൽ ഞാൻ മൊബൈലടി കയറി കേട്ടോ. 10-12 കൊല്ലത്തോളം ഞാൻ രാവിലെ 9 to വൈകുന്നേരം 9 മണി വരെ ഒരേ ഇരുത്തിരുന്നിട്ടുണ്ട്. അഥവാ എല്ലാ ചെക്കന്മാരും കളിച്ച് നടക്കുന്ന പ്രായത്തിൽ നമ്മൾ ഫുള്ള് കടയിലായിരുന്നു. കാരണം നമ്മൾ ഒരേ സമയം അല്ലേ കടയിൽ ഇങ്ങനെ ഇരിക്കലായിരുന്നു. അതുകൊണ്ട് കളിച്ച് നടന്നിട്ടില്ല, കളിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. സ്കൂള് കഴിഞ്ഞ് നേരെ കടയിൽ കയറി, അല്ലെങ്കിൽ സെൻട്രിങ്ങിന്റെ പണിക്ക് പറയാൻ പോയി, അങ്ങനെയൊക്കെ ജീവിച്ചു ഞങ്ങള്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ വാടക വീടായിരുന്നു. നമ്മളൊരു വീട് വാങ്ങുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. വാപ്പ അഥവാ ഒരു 1,00,000 റുപ്യ വീടിന് അതായത് 50,000 രൂപ ബാങ്കിൽ കടമായിട്ട് 50,000 റുപ്യ ഉണ്ടാക്കിയിട്ടാണ് വാപ്പ ഈ വീട് വാങ്ങുന്നത്. അന്നത്തെ വീടിന്റെ അവസ്ഥ സാധല്ലേ മണ്ണോ. അന്ന് ഞങ്ങക്ക് അതന്നെ ഉള്ള ഹയർ എന്താ വെച്ചാൽ ഞങ്ങള് വാടക പെരേന്ന് നമ്മള് സ്വന്തം പെരേക്ക് വരികയല്ലേ, സന്തോഷമല്ലോ. അങ്ങനെ നമ്മള് കറണ്ട് ഇല്ലാതെ അല്ലെ ഒരു കൊല്ലത്തോളം ചെന്നിട്ടുണ്ടല്ലോ. 2 കൊല്ലം കറണ്ട് ഇല്ലാതെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. വെള്ളം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് തിരുമ്പ ഇവിടുന്ന് കിലോമീറ്ററോളം പോയിട്ട് പുഴയിൽ പോയിട്ട് തിരുമ്പിയിട്ടുണ്ട്. പിന്നെ റോഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അങ്ങോട്ട് വണ്ടികൾ ഇല്ല, നമ്മൾ നടന്നു വരണം. പിന്നെ അതൊന്നല്ല ഒരു കാട് അല്ലെ, നമ്മള് മാത്രം ഇഷ്ടംപോലെ പേര് നമ്മള് മാത്രമായിട്ട് ഒരു ഏരിയ. അപ്പൊ നമ്മളെന്താ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കേട്ടോ, ഒക്കെ റബ്ബിന്റെ അടുത്താണ്. ഇന്നിങ്ങനെ നാളെ എങ്ങനെയാന്നൊന്നും അല്ലേ ഒന്നും അള്ളാഹ്ക്കന്നെ അറിയാം. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മള് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നമ്മള് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വിജയിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം എല്ലാം ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ വലിയ കാര്യങ്ങൾ അൽഹംദുലില്ലാ. ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഇപ്പൊ നാളെ നമ്മൾ അങ്ങനെ ചെയ്തോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ ഉമ്മാക്കും ഉപ്പാക്കും ഉംറക്ക് പോകാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് ഇത് അൽഹംദുലില്ലാ പെങ്ങന്മാരൊക്കെ കെട്ടിച്ചു, കടങ്ങളൊക്കെ വീട്ടിട്ടോ. ബാങ്കിലല്ലേ ബാങ്കിൽ ആധാരം ഉണ്ടായിരുന്നു, നമ്മൾ ആധാരം കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ അതോ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വിജയം ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ നിലവിലുള്ള കാറുണ്ട്, ആ കാർ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ആ കാർ എനിക്ക് എടുക്കണമെന്ന്. ഞാൻ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പൊ എന്റെ പേരിൽ എടുത്തിരുന്നു. അപ്പൊ ഓനിങ്ങനെ അടവടക്കാതെ ഓൻ ഗൾഫിലൊക്കെ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാറ് ഞാൻ എടുത്ത് ഞാൻ അടവടക്കലെടുത്തു. അങ്ങനെ കാർ ഇന്റേതായി. അപ്പൊ എന്തായാലും പുതിയൊരു കാർ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പൊ അല്ലെ നമുക്ക് നോക്കി നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി കാർ എടുക്കുന്ന വീഡിയോ ഒക്കെ ഇതിൽ വരും. നിങ്ങൾ എന്തായാലും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാം. അതിനെ കുറിച്ച് കുറച്ച് കഥകൾ പറയാനുണ്ട്. ആ ഒരു കഥകളോടും പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് നിലവിലുള്ള നമ്മുടെ വണ്ടി കേട്ടോ. നമ്മുടെ പായമ്പുല്ല് ഇതാണ്. ഇതിന് വേറെ കുറെ പ്രത്യേകത ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 6 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും ആകെ 37,000 കിലോമീറ്റർ ഓടിക്കണേ. കാരണം നമുക്ക് ഓട്ടം വളരെ വളരെ കുറവാണ്. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ കൂട്ടുകാരനെ വേണ്ടിയിട്ട് എടുത്തു കൊടുത്താണ്. എൻ്റെ പേരിൽ എടുത്തിന്ന് പകുതി അടവടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുത്തൊരു വണ്ടി കേട്ടോ. അപ്പോൾ ഓൻ ഗൾഫിൽ പോയപ്പോൾ എന്ത് ചെയ്തു, അവൻ അടവ് കാര്യങ്ങളൊന്നും അടക്കാൻ എത്തിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അടവടച്ചിട്ട് എൻ്റെ വണ്ടിയേക്ക് മാറ്റി. വേറെ വിറ്റുണ്ട്. ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് എനിക്കത് ഓടിക്കാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയില്ല. ഞാൻ മറ്റെന്താ പറയുക, കുരങ്ങൻ്റെയൊക്കെ പൂമാലെട്ടിയ പോലെ ഞാനിത് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ മരത്തിട്ടു എന്നല്ലാതെ ഓടിക്കാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെന്താ അങ്ങനെ ഓടിക്കാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ ഇരുമ്പാമ്പുളി കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ മഴ ചെയ്തുകൊണ്ട് ആ പൂവൊക്കെ കൊഴിഞ്ഞു പോകുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.